So welcome back. അപ്പോൾ നമ്മൾ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഗ്രാഫിക്കലായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് കണ്ടു. ഓക്കെ, രണ്ട് ഇക്വേഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ആ രണ്ട് ലൈനും എവിടെയാണോ കൂട്ടിമുട്ടുന്നത് ആ പോയിൻ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഗ്രാഫിക്കൽ അല്ലാതെ നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താമെന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ സെയിം തന്നെ. 5 ആപ്പിൾസ് 3 ഓറഞ്ചസ് ₹37 ആണ്. 3 ആപ്പിൾസ് പ്ലസ് 5 ഓറഞ്ച് 35 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെയും പ്രൈസ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു എഴുതിയ ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ഇക്വേഷൻ വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നത് എലിമിനേഷൻ മെത്തേഡാണ്. ഓക്കെ, നിങ്ങൾക്ക് വേറെയും 3 മെത്തേഡ് ആക്ച്വലി പഠിക്കാനുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, എലിമിനേഷൻ മെത്തേഡ്, പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഒരുവിധം എല്ലാ പ്രോബ്ലത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എലിമിനേഷൻ മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എലിമിനേഷൻ മെത്തേഡ് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റേത് രണ്ടും തൽക്കാലം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് MCQ ആണ്, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ മതി. എലിമിനേഷൻ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ രണ്ട് ഇക്വേഷനിലും ആ എക്സിൻ്റെയും വൈയുടെയും ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അതായത് ഇപ്പോൾ ഈ കേസിൽ 5x 3y എന്നാണ്. അപ്പോൾ 5ഉം 3ഉം ആണ് ഫസ്റ്റ് ഇക്വേഷനിൽ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻസിൽ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 3ഉം 5ഉം ആണ്. ഓക്കെ, എക്സിന് ഫ്രണ്ടിൽ 3, വൈയുടെ ഫ്രണ്ടിൽ 5. അതിന് നമ്മൾ പറയുക കോഎഫിഷ്യൻ്റ് എന്നാണ്. അപ്പോൾ എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ എക്സിൻ്റെ ഇല്ലെങ്കിൽ വൈയുടെ, ഇതിൻ്റെ രണ്ടിൽ ഒരെണ്ണത്തിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ സെയിം ആക്കണം. ഓക്കെ, സെയിം ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, LCM കാണാമെന്നാണ് ബേസിക്കലി അർത്ഥം വരുന്നത്. അപ്പം ഞാനിപ്പോൾ എക്സ് ആണ് എനിക്ക് ഒഴിവാക്കേണ്ടത്. എലിമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിനെ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ എലിമിനേറ്റ് ചെയ്യാനായിട്ട് എക്സിനെ സെലക്ട് ചെയ്തെന്ന് വെച്ചോ, എലിമിനേറ്റ് എക്സ്, ഇതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻസ് എന്തൊക്കെയാണ്? ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ 5 ആണ്, 5x എന്നാണ് കിടക്കുന്നത്. അതുപോലെ സെക്കൻഡ് ഇക്വേഷനിൽ 3 ആണ്, 3x എന്നാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ 5ഉം 3ഉം ഇതിൻ്റെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5യുടെയും 3യുടെയും LCM എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ രണ്ട് ഇക്വേഷനിലും ആദ്യത്തെ ഇക്വേഷനിലെ 5xനെ ഞാൻ എന്ത് ചെയ്യണം, 15 ആക്കണം. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ 3xനെ ഞാൻ 3x എന്നുള്ളതും 15 ആക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനെ ഈ 5നെ എനിക്ക് 15 ആക്കണം. ഓക്കെ, അതായത് ഞാൻ ഇൻറ്റു 3 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഇൻറ്റു 3 ചെയ്യുമ്പോൾ ഞാൻ ആദ്യത്തിൽ പറഞ്ഞു നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്യുന്നോ അത് തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 5നെ 15 ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ് എടുത്തിട്ട് ഇൻറ്റു 3 ചെയ്യുവാണ്. ഓക്കെ, 3 ഇൻറ്റു എന്നും പറഞ്ഞ് ചെയ്യുവാണ്. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെയും ഇൻറ്റു 3 ഇടണം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഇൻറ്റു 3 ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും ഇൻറ്റു 3 ചെയ്യണം. അതുപോലെ തന്നെ ഈ സെക്കൻഡ് ഇക്വേഷനിൽ എനിക്ക് ഈ 3നെ 5 ആക്കണം. അപ്പോൾ 15 ആക്കണം. അപ്പോൾ 3നെ 15 ആക്കണമെങ്കിൽ ഞാൻ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ 5 ഇൻറ്റു എന്ന് ഇവിടെ ചെയ്തു. അപ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലും ഇൻറ്റു 5 ചെയ്യണം. ഓക്കെ, ഇനി ആ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുവാണ്. ആ ഫസ്റ്റ് ഇക്വേഷൻ അപ്പോൾ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ 3 ഇൻറ്റു 5x, 3 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 15x എന്ന് വരും. പ്ലസ് ആ 3 കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 3y എന്നും കൂടി ചെയ്യണം. ഇപ്പോൾ 3 ഇൻറ്റു 5x ചെയ്തു. അതുപോലെ തന്നെ 3 ഇൻറ്റു 3y കൂടി ചെയ്യണം. ഇപ്പോൾ 3 ഇൻറ്റു 3y എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 9, അപ്പോൾ 9y എന്ന് വരും. ഈക്വൽ ടു 37 ഇൻറ്റു 3. അപ്പോൾ 3 7s are 21, 3 ഇൻറ്റു 3 9 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 11 വരും. ഓക്കെ, അപ്പോൾ 111 എന്ന് വരും. 15x പ്ലസ് 9y ഈക്വൽ ടു 111 എന്നാണ് ആ ഫസ്റ്റ് ഇക്വേഷൻ മാറുന്നത്. ഇനി സെക്കൻഡ് ഇക്വേഷൻ ആണെങ്കിലോ അതും നമ്മൾ 5 വെച്ചിട്ട് ആദ്യം 3xനെ മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ 5 വെച്ചിട്ട് 5yനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 3 ഞാൻ വേറെ കളറിൽ എഴുതാം.
5 into 3 15x വന്നു പ്ലസ് 5 into 5 25 അപ്പോൾ 25y ഈക്വൽ ടു നമുക്ക് 35 into 5 5 into 5 25 5 into 3 15 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 17 വരും. ഓക്കെ, 175 എന്ന് വരും. അപ്പോൾ ഇനി നമുക്കപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് ആദ്യം മുകളിൽ എഴുതിയേക്കുന്ന ഇക്വേഷൻസും സെയിം തന്നെയാണ്. കാരണം നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ഒരേ നമ്പർ വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരേ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ഇക്വേഷൻ തിരിച്ച് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിന് റൈറ്റ് സൈഡിനെയും 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഇക്വേഷൻ തിരിച്ച് ആ മുകളിൽ എഴുതിയേക്കുന്ന 5x + 3y = 37 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇങ്ങനെ ചെയ്ത ശേഷം നമ്മളിത് മൈനസ് ചെയ്യും. ഓക്കെ, ഈ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ എന്ന് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ ഓരോ ടേമും 15x പിന്നെ ഉള്ളത് എത്രയാണ് 9y = 111. ഓക്കെ, ഇങ്ങനെ ആ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എഴുതി. അത് കഴിഞ്ഞ് ഞാൻ മൈനസ് ചെയ്യുവാണ്. അപ്പോൾ എന്താണ്, സെക്കൻഡ് ഇക്വേഷനിലെ എല്ലാ ടേംസും മൈനസ് ഇട്ടിട്ട് വേണം എഴുതാൻ. അപ്പോൾ -15x - 25y = 111 - 175 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഞാൻ ബ്ലൂവിൽ എഴുതിയേക്കുന്നതെല്ലാം ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് വന്ന ടേംസാണ്. റെഡിൽ എഴുതിയേക്കുന്നതെല്ലാം സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് വന്നേക്കുന്നതാണ്. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ ഞാൻ മൈനസ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത്രയാണ് ശരിക്കും ചെയ്യേണ്ടേ ഉള്ളൂ. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആക്കിയേക്കുന്നതിൻ്റെ പേരിൽ അത് രണ്ടും കട്ട് ചെയ്ത് പോകും. 15x - 15x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, ഇനി 9 - 25 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? നമുക്ക് 16y എന്ന് കിട്ടും. ഓക്കെ, -16y, കാരണം 25 ആണ് വലിയ നമ്പർ. അപ്പോൾ നമുക്ക് -16y എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ 111 - 175 ചെയ്യാം. അതായത് 25 - 9 ചെയ്തപ്പോൾ നമുക്ക് 16 - 16 എന്ന് കിട്ടി. അതുപോലെ തന്നെ 175 - 111 എന്ന് പറയുമ്പോൾ നമുക്ക് 64 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ 175 ആണ് വലിയ നമ്പർ. അപ്പോൾ നമുക്കത് -64 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? y = -64 / -16 എന്ന് വരും. ഇപ്പോൾ 2 മൈനസ് വരുമ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. 64 / 16 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് =4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് y = 4 എന്നൊരു ആൻസർ കിട്ടി. ഇനി ഈ ആൻസർ ഈ മുകളിലുള്ള രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2 ആണെങ്കിൽ ഇതിൽ ഇഷ്ടമുള്ള ഒരു ഇക്വേഷൻ എടുക്കാം. അതിൽ നമുക്ക് y = 4 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുക്കുകയാണ്. 5x + 3y = 37. അപ്പോൾ 5x + 3y = 37 എന്നുള്ള ഇക്വേഷൻ, അതിൽ നമുക്ക് y-ന് 4 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ y-യുടെ സ്ഥാനത്ത് 4 എന്നിട്ട് കൊടുക്കാം. അപ്പോൾ 3 × 4 വരും = 37 ആണ്. അപ്പോൾ 5x + 3 × 4 12 = 37 എന്ന് വന്നു. അപ്പോൾ 5x = 37, 12 ഇങ്ങോട്ട് വരുമ്പോൾ -12 ആകും. 37 - 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വരും. അപ്പോൾ x = 5x = 25. അപ്പോൾ x = 25/5, അതായത് x = 5. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി y = 4 എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ x = 5 എന്ന് ഇവിടെയും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ് എന്തായിരുന്നു? x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ആയിരുന്നു, y എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ്. അതായത് ഒരു ആപ്പിളിൻ്റെ പ്രൈസ് എന്ന് പറയണത് 5 rupees ആണ്, കാരണം എക്സിൻ്റെ വാല്യൂ 5 ആണ്. അതുപോലെ ഒരു ഓറഞ്ച് എന്ന് പറയുന്നത് 4 rupees ആണ്, കാരണം വൈയുടെ വാല്യൂ 4 ആണ്. ഓക്കെ, അപ്പോൾ ഈ സെയിം ആൻസർ തന്നെയാണ് 5,4. എക്സിന് 5ഉം വൈക്ക് 4ഉം സെയിം വാല്യൂ തന്നെയാണ് നമുക്കിവിടെ ഗ്രാഫിക്കലിയും കിട്ടുക. ഓക്കെ, എപ്പോഴും സെയിം വാല്യൂ ആണ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാഫ് വരയ്ക്കാതെ, ഗ്രാഫ് വരച്ച് ചെയ്യണത് സ്ലോ ആയിരിക്കും. ഒരു എക്സാമിന് വെറുതെ ആൻസറാണ് ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ ഒരിക്കലും ഗ്രാഫ് വരയ്ക്കാൻ നിൽക്കരുത്. അത് ആവശ്യമില്ലാത്ത ടൈം വേസ്റ്റേജ് ആയിരിക്കും. എപ്പോഴും ഈ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ LCM കാണുക,
അതിപ്പോൾ എക്സ് തന്നെ ആവണമെന്നില്ല, വൈ ആണെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എപ്പോഴും എളുപ്പമുള്ള ചെറിയ നമ്പേഴ്സ് എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക, കാരണം മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ എക്സ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻസ് രണ്ടും സെയിം ആക്കുക. അത് സെയിം ആക്കാനായിട്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നോ അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുക, അത് വിട്ടു പോകരുത്. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ ഇക്വേഷനും നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ രണ്ട് നമ്പറും സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഒരെണ്ണം എലിമിനേറ്റ് ചെയ്ത് പോകണം. എക്സ് എലിമിനേറ്റ് ചെയ്ത് പോയി. ഈ കേസിൽ നമുക്കപ്പോൾ വൈക്ക് ഒരു വാല്യൂ കിട്ടും. ആ വൈക്ക് കിട്ടുന്ന വാല്യൂ നമ്മൾ ഒറിജിനൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. 1 വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 സെലക്ട് ചെയ്യാം. ഏത് ഇക്വേഷനിൽ ഇട്ടാലും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 5 എന്ന ആൻസറും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ലീനിയർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസ് ചാപ്റ്ററിൽ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക, എങ്ങനെ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പ്രോബ്ലംസ് ചെയ്താൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു.